വെറും 14 ദിവസത്തിനിടെ അമേരിക്കൻ ഐക്യനാടുകളുടെ 11 അത്യാധുനിക സൈനിക വിമാനങ്ങളും നിരവധി യുദ്ധനിരീക്ഷണ ഡ്രോണുകളും റഡാർ സംവിധാനങ്ങളും തന്ത്രപ്രധാനമായ കമാൻഡ് സെന്ററുകളും പൂർണ്ണമായി തകർന്നുവെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ അവകാശവാദങ്ങൾ 1% ശരിയാണെന്ന് തെളിഞ്ഞാൽ പശ്ചിമേഷ്യയിൽ ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന അമേരിക്കൻ സൈനിക മേധാവിത്വത്തിന്റെ അടിത്തറ തന്നെ ഇളകുകയും മേഖലയിലെ ശക്തി സമവാക്യങ്ങൾ അട്ടിമറിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ ഇതുവരെ ഈ വൻ നാശനഷ്ടങ്ങളെക്കുറിച്ചോ വിമാനങ്ങൾ തകർന്നു വീണതിനെക്കുറിച്ചോ അമേരിക്കൻ ഭരണകൂടമോ പെന്റഗണോ ഔദ്യോഗികമായി യാതൊരു സ്ഥിരീകരണവും നൽകിയിട്ടില്ലെങ്കിലും ഇറാന്റെ ഈ പരസ്യ കടന്നാക്രമണം പ്രഖ്യാപനം നാളെ ആഗോള സൈനിക രാഷ്ട്രീയ വേദികളിൽ വലിയ സങ്കീർണതകൾക്കും അഭ്യൂഹങ്ങൾക്കും പുതിയ ചോദ്യങ്ങൾക്കും കാരണമായിട്ടുണ്ട്. IRGC വക്താവ് ബ്രിഗേഡിയർ ജനറൽ മൊഹസൻ മൊഹേബി പ്രമുഖ തസ്നീം വാർത്താ ഏജൻസിയോട് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയ വിവരങ്ങൾ പ്രകാരം ജൂലൈ 8 മുതൽ ജൂലൈ 22 വരെയുള്ള 2 ആഴ്ച കാലയളവിൽ നടപ്പിലാക്കിയ ആസൂത്രിത തിരിച്ചടി ആക്രമണങ്ങളിലാണ് അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിനും താവളങ്ങൾക്കും സമാനതകളില്ലാത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇറാനിയൻ സൈന്യത്തിന് കഴിഞ്ഞത്. ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് വ്യോമ മേധാവിത്വത്തിന്റെ പ്രതീകമായി കരുതപ്പെടുന്ന ഒരു F-15 യുദ്ധവിമാനം, സമുദ്ര നിരീക്ഷണത്തിനും അന്തർവാഹിനി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു P-8 സമുദ്ര പെട്രോളിംഗ് വിമാനം, കനത്ത യുദ്ധോപകരണങ്ങൾ വേഗത്തിലെത്തിക്കാൻ ശേഷിയുള്ള ഒരു C-17 സൈനിക ചരക്ക് വിമാനം, ദീർഘദൂര ആക്രമണങ്ങൾ നടത്താൻ യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറച്ചു നൽകുന്ന 8 ഏരിയൽ റീഫ്യൂവലിംഗ് വിമാനങ്ങൾ എന്നിവയാണ്. പശ്ചിമേഷ്യയിലുടനീളമുള്ള അമേരിക്കൻ വ്യോമസേനയുടെ പ്രവർത്തനശേഷിയും ആക്രമണ വീര്യവും പൂർണ്ണമായി തളർത്തുക എന്ന തന്ത്രപ്രധാന ലക്ഷ്യത്തോടെയാണ് നിര വിന്യസിച്ചത്. വിമാനങ്ങളെ നേരിട്ട് ലക്ഷ്യമിടുന്നതിനൊപ്പം അവയുടെ ഇന്ധന സംഭരണശാലകൾ, ലോജിസ്റ്റിക്സ് ഹബ്ബുകൾ, ആകാശ നിരീക്ഷണത്തിനും ലക്ഷ്യനിർണയത്തിനും സഹായിക്കുന്ന റഡാർ ശൃംഖലകൾ എന്നിവയെ ഒരേ സമയം ആക്രമിക്കുന്ന തന്ത്രമാണ് ഇറാൻ പുറത്തെടുത്തത്. ഇതുവഴി ദക്ഷിണേന്ത്യയിലും പശ്ചിമേഷ്യയിലുമുള്ള അമേരിക്കൻ സൈനിക നീക്കങ്ങളുടെ വേഗത കുറയ്ക്കാനും അവരെ കടുത്ത പ്രതിരോധത്തിലാക്കാനും സാധിച്ചുവെന്നാണ് ഇറാന്റെ വാദം. വിമാനങ്ങളും ഡ്രോണുകളും മാത്രമല്ല, അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ആശയവിനിമയ കേന്ദ്രങ്ങൾക്കും കനത്ത തകർച്ചയുണ്ടാക്കാൻ കഴിഞ്ഞതായി IRGC വ്യക്തമാക്കുന്നു. മൊഹേബി നൽകുന്ന കണക്കുകൾ പ്രകാരം സൈനിക നീക്കങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന 7 കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, തന്ത്രപ്രധാന നിർദ്ദേശങ്ങൾ കൈമാറുന്ന 3 ഉപഗ്രഹ ആശയവിനിമയ സംവിധാനങ്ങൾ, അമേരിക്കയുടെ പ്രശസ്തമായ 6 പാട്രിയറ്റ് വ്യോമ പ്രതിരോധ റഡാറുകൾ എന്നിവ തകർക്കപ്പെട്ടു. ഇവയ്ക്ക് പുറമെ വ്യോമനാവിക നിരീക്ഷണ റഡാറുകൾ, ശത്രുക്കളുടെ നീക്കം മുൻകൂട്ടി കണ്ടെത്തുന്ന 8 ഏർലി വാർണിംഗ് റഡാർ സംവിധാനങ്ങൾ, 5 ദീർഘദൂര റഡാറുകൾ, 7 വ്യോമ പ്രതിരോധ മിസൈൽ റഡാറുകൾ എന്നിവയും നശിപ്പിച്ചതായി അവകാശപ്പെടുന്നു. ഓപ്പറേഷൻ നാസർ 2 എന്ന സൈനിക നാമത്തിലാണ് ഇറാൻ ഈ വിപുലമായ ആക്രമണ പരമ്പരകൾ നടപ്പിലാക്കിയത്. പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാന അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം. ജോർദാനിൽ സ്ഥാപിച്ചിരുന്ന അമേരിക്കയുടെ പാട്രിയറ്റ് പ്രതിരോധ സംവിധാനങ്ങൾക്കും താവളങ്ങൾക്കും നേരെ അതിശക്തമായ ആക്രമണം ഉണ്ടായി. ഓപ്പറേഷൻ നാസർ 2ന്റെ 27ാം ഘട്ടത്തിൽ കുവൈറ്റിലെയും ബഹ്റൈനിലെയും US കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നു. പ്രത്യേകിച്ച് കുവൈറ്റിലെ അലി അൽ സലേം എയർബേസിലെ ആയുധപ്പുരകളും പാർപ്പിട ഹാങ്ങറുകളും തകർക്കുകയും സൈനികർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി IRGC തങ്ങളുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ യുദ്ധസാമഗ്രികളും യുദ്ധവിമാനങ്ങളും കൃത്യമായി സംരക്ഷിക്കുകയും അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും സങ്കേതങ്ങൾക്കും നേരെയും ആക്രമണം വ്യാപിച്ചു. 6 യുദ്ധവിമാന ഹെലികോപ്റ്റർ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങൾ, 3 പ്രമുഖ ലോജിസ്റ്റിക്സ് ഹബ്ബുകൾ, 12 വൻകിട ഇന്ധന ഡിപ്പോകൾ, കപ്പലുകൾക്കും വിമാനങ്ങൾക്കുമുള്ള സ്പെയർ പാർട്സുകളും യുദ്ധസാമഗ്രികളും സൂക്ഷിച്ചിരുന്ന 17 ആയുധ സംഭരണശാലകൾ, 6 മിസൈൽ ഡിപ്പോകൾ എന്നിവയും തകർക്കപ്പെട്ടു. അമേരിക്കയുടെ ഡ്രോൺ ആക്രമണശേഷി പൂർണ്ണമായി നിഷ്ക്രിയമാക്കുക എന്നതിനായിരുന്നു ഇറാൻ പ്രത്യേക മുൻഗണന നൽകിയത്. സൈനിക താവളങ്ങൾക്ക് പുറമെ അമേരിക്കൻ കമാൻഡ് ശൃംഖലയുടെ ഡിജിറ്റൽ ആശയവിനിമയ കേന്ദ്രങ്ങളെയും ഇറാൻ ലക്ഷ്യമിട്ടു. 2 സിഗ്നൽ കമ്മ്യൂണിക്കേഷൻ സെന്ററുകൾ, ഒരു ഇന്റലിജൻസ് ഡാറ്റാ സെന്റർ, റിമോട്ട് കൺട്രോൾ വഴി പ്രവർത്തിപ്പിക്കുന്ന കപ്പലുകളുടെ ഡിപ്പോ, പ്രമുഖ ടെക് കമ്പനിയായ ആമസോണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന AI ഡാറ്റാ പ്രോസസിംഗ് സെന്റർ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. തന്ത്രപ്രധാനമായ ഹൊർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള കടുത്ത തർക്കങ്ങളും വിദേശ സൈനിക സാന്നിധ്യവുമാണ് നിലവിലെ വൻ ഏറ്റുമുട്ടലിലേക്ക് വഴിവെച്ചതെന്ന് ഇറാൻ ആരോപിക്കുന്നു. ഈ തന്ത്രപ്രധാന ജലപാതയിലൂടെ സ്വതന്ത്ര നാവിഗേഷൻ ഉറപ്പാക്കുക എന്ന പേരിൽ അമേരിക്ക ശൃംഖല സൈനിക നടപടികൾ നിർദ്ദയം ശക്തമാക്കിയെന്നും അതിന് ശക്തമായ മറുപടിയായാണ് മേഖലയിലുടനീളമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് വ്യാപക ആക്രമണം നടത്തിയതെന്നും IRGC വ്യക്തമാക്കുന്നു. മറുവശത്ത് അമേരിക്ക നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ
ഇറാന്റെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വൻ നാശനഷ്ടമുണ്ടായതായി ഇറാൻ കുറ്റപ്പെടുത്തുന്നു. ഫെബ്രുവരി അവസാനം മുതൽ ആരംഭിച്ച രൂക്ഷമായ ഏറ്റുമുട്ടലുകളിൽ 18 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായും പെന്റഗൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ അവകാശപ്പെടുന്ന തരത്തിലുള്ള വൻ യുദ്ധവിമാന നഷ്ടങ്ങളോ പാട്രിയറ്റ് റഡാറുകളുടെ തകർച്ചയോ കമാൻഡ് കേന്ദ്രങ്ങളുടെ നാശനഷ്ടങ്ങളോ സംബന്ധിച്ച് വാഷിംഗ്ടണോ പെന്റഗണോ ഔദ്യോഗികമായി യാതൊരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം മുമ്പെങ്ങുമില്ലാത്ത വിധം അതീവ സങ്കീർണമാകുകയാണ്. ഇറാന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായും ശരിയാണെങ്കിൽ ഇത് മേഖലയിലെ അമേരിക്കൻ സൈനിക ശേഷിക്കും പ്രതിരോധ പ്രതിച്ഛായയ്ക്കും ഏൽക്കുന്ന ഏറ്റവും കനത്ത തിരിച്ചടിയായിരിക്കും. വരും ദിവസങ്ങളിൽ കൃത്യമായ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ പുറത്തുവരുന്നതോടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സമവാക്യങ്ങൾ തികച്ചും മാറിമറിയുമെന്നും ഇത് ട്രംപിന്റെ ഭരണകൂടത്തിന് ആഭ്യന്തരമായും അന്താരാഷ്ട്ര തലത്തിലും കനത്ത തിരിച്ചടിയും പ്രതിസന്ധികളും സൃഷ്ടിക്കുമെന്നാണ് അന്താരാഷ്ട്ര സുരക്ഷാ നിരീക്ഷകർ കണക്കുകൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.